ഇന്ന് ഞാൻ ചിരട്ടയിലൊരു പുട്ട് പുഴുങ്ങി കേട്ടോ. പുട്ട് പുഴുങ്ങാനായിട്ട് തേങ്ങയൊക്കെ ചിരകിയപ്പം ആ ചിരട്ട ഒട്ടും എനിക്ക് കളയാൻ തോന്നിയില്ല. വലിയൊരു ചിരട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്ന് പുട്ട് പുഴുങ്ങാൻ വലിയൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പിന്നീടത്തേക്ക് ഒട്ടും ആരും മാറ്റി വയ്ക്കരുത് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെങ്കിൽ അപ്പം തന്നെ സാധിച്ചേക്കണം. കാരണം നാളത്തെ കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ചിരട്ടയിലേക്ക് മാവൊക്കെ ഒന്ന് നിറച്ച് കൊടുത്തു, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തു. പിന്നെ ചിരകിയ തേങ്ങ അതിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, കുറച്ച് വെള്ളം ഒഴിക്കാവും. അതിൻ്റെ സീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആവി വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ എപ്പോഴും ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പം കണ്ണുള്ള ചിരട്ട എടുക്കണം. അതിൽ ചെറിയൊരു 3 ഹോളുണ്ടല്ലോ, 3 ഇതുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ മാത്രം കിഴിച്ചിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ആവി കൊണ്ട് പെട്ടെന്ന് പുട്ട് വെന്ത് കിട്ടും. അപ്പോൾ പുട്ടിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ചിരട്ടയിൽ ഉണ്ടാക്കുന്ന പുട്ടിന് കുറ്റി പുട്ടിനേക്കാൾ പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.